എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ടെറസിൽ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെറിയ പോട്ടിലൊക്കെയാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ ചെടികളായതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള പോട്ടിൽ നട്ടാലും പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടെയൊക്കെ വളർന്ന ശേഷം നമുക്ക് ഡ്രമ്മിലേക്കോ അതിനനുസരിച്ചുള്ള വലിയ ഡ്രമ്മിലോട്ടൊക്കെ നമുക്കത് മാറ്റാം. അപ്പോൾ തൽക്കാലത്തേക്കാണ് ഞാൻ ഇതിലൊക്കെ നട്ടിട്ടുള്ളത്. ഇതിൽ നട്ടാലും നമുക്ക് ഫ്രൂട്ടൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഈ കാണുന്നതാണ് സ്ട്രോബെറി പേര. ഇത് കായ്ച്ചിട്ടൊന്നുമില്ല, കൊണ്ട് നട്ടേക്കെയാണ്. പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട് ഇതിന്. ഞാനിതിൽ 2 ആഴ്ച കൂടുമ്പോഴേക്കും വളം ഇട്ട് കൊടുക്കും. നേരിട്ട് മണ്ണിലല്ലല്ലോ നട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിന് ശരിക്കുള്ള മണ്ണും വളവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആഴ്ച കൂടുമ്പോഴേക്കും എന്തായാലും വളം ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് ആപ്പിൾ ചാമ്പ. ഇതിനും നല്ല ഒരു വളർച്ചയുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന് നല്ല വെയിലൊക്കെ ആവശ്യമാണ്. അപ്പോൾ നേരിട്ട് നല്ല വെയിൽ ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് ഈ കാണുന്നതാണ് ബേറാപ്പിൾ എനിക്ക് 2 എണ്ണം ഉണ്ട്. ഇനി ഒരെണ്ണം അതിൽ നന്നായിട്ട് എപ്പോഴും കായ്ക്കുന്നത്, കുഞ്ഞു തൈയാണെങ്കിലും നന്നായിട്ട് കായ്ക്കുന്നതാണ്. പക്ഷേ ഇത് കുറച്ച് കള്ളം പഠിച്ചിട്ടുള്ള ഒരു ബേറാപ്പിളാണ്. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. പൂക്കളൊക്കെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഇവിടെയുള്ളത് ഇത് നമ്മുടെ ഞാവലാണ്. നമ്മുടെ വയലറ്റ് ഞാവലുണ്ടല്ലോ, ഞാവലും ഇവിടെ 2 തരത്തിലായിട്ടുണ്ട്. വൈറ്റ് ഞാവലുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ വീണ്ടും പുതിയ ഇലകളൊക്കെ വന്ന് അങ്ങനെ കിളിർപ്പ് വരുന്നതാണ്. ഇലയൊക്കെ ഫസ്റ്റിൽ പൊഴിഞ്ഞപ്പോൾ ഞാൻ വിഷമിച്ചു, അയ്യോ ഇത് പട്ടുപോയതാണോ? പക്ഷെ അങ്ങനെയല്ല, പുതിയ ഇലകളൊക്കെ വീണ്ടും വരുന്നുണ്ട്. ഈ കാണുന്നത് മൾബറിയാണ്. മൾബറി ഞാനിതുപോലെ ഒരു പഴയൊരു ബക്കറ്റ് ഉണ്ടല്ലോ, അതിലാണ് നട്ടിട്ടുള്ളത്. ഇത് നമ്മൾ നാടൻ മൾബറിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ധാരാളം കായ്ക്കുന്നുണ്ട്. ചെറിയ ചെറിയ ശിഖരങ്ങളിൽ തന്നെ നോക്കിയാൽ ഒരുപാട് തന്നെ കായ്ക്കുന്നുണ്ട്. ഇതിലെപ്പോഴും ഇങ്ങനെ സീസണൊന്നുമില്ല ഇതിന് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കുറേ കായ്ക്കും. പിന്നെ വീണ്ടും അത് കഴിഞ്ഞുകൊണ്ട് വീണ്ടും പുതിയ ഇലകളൊക്കെ. ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീണ്ടും കായ്ക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കായ്കൾക്ക് നല്ല മധുരമാണ്. കണ്ടോ, ചെറിയൊരു ശിഖരമാണ് ഇതിൽ നിൽക്കുന്നത്. കണ്ടോ, ഇലകളെക്കാളും കൂടുതലും, ഇലകളൊന്നും അധികം ഇല്ല, എന്നാലും മൾബറി നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ ഇത് സപ്പോർട്ടയും ഞാനിതുപോലൊരു പഴയൊരു ബക്കറ്റിലാണ് നട്ടിട്ടുള്ളത്. അതിലും കുഞ്ഞു കായൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, പഴയൊരു ബക്കറ്റാണ്, വലിയൊരു ബക്കറ്റാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കൊച്ചു ബക്കറ്റ് പോലെയൊക്കെ തോന്നും. ചെറുതൊന്നും അല്ല, വലുതാണ്. പിന്നെ ഞാൻ അതിൽ തന്നെ മുളക് നട്ടിട്ടുണ്ട്. പിന്നെ മിക്ക എൻ്റെ ഈ ചെടികളുടെ ഇതിൽ ബക്കറ്റുകളിലും ഒക്കെ ഈ കൈതോന്നിയുണ്ടല്ലോ, അത് കയറി സ്ഥലം പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പിഴുത് കളയാൻ തോന്നൂല, കാരണം നമുക്ക് തലയിലൊക്കെ ഉപയോഗിക്കാമല്ലോ. പിന്നെ നമ്മുടെ മാതളം എന്ത് പറയാനാണ്, ഇപ്രാവശ്യം നന്നായിട്ട് അതിലും പൂക്കളൊക്കെ ധാരാളം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മൂട്ടിലൊക്കെ നമ്മളിങ്ങനെ കളകളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എടുത്ത് കളയണം. നമ്മൾ ഈ ചാണകം ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് കൊണ്ടാണ് ഈ പുല്ലൊക്കെ അതിൽ വളർന്നു വരുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാണകം ഇങ്ങനെ ഇതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഇട്ട് കൊടുക്കും. ചാണകം മാത്രമല്ല, നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ എന്തെങ്കിലും വളം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ഇത് പേര, അതും എനിക്കിവിടെ 2 ഐറ്റം ഉണ്ട്. അതിലൊരു ഐറ്റം പേരയാണ്. അത് നല്ല ഉയരത്തിൽ പോയിരിക്കുകയാണ്. അതിലിപ്പോൾ ഒരെണ്ണമാണ് കാഴ്ച നിൽക്കുന്നത്. നമ്മുടെ ചെറിയ പേരയില്ല. ഇതിലൊക്കെ നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇതുപോലെയൊക്കെ 1 2 അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നല്ല, അത്രയും ഉണ്ടാവുന്നതാണ് ആ ചെടിക്കും ആരോഗ്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാവൽ 2 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, ഇത് വൈറ്റ് ഞാവലാണ്. അതിലും ഇപ്പോൾ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലവറല്ല, കുഞ്ഞു മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കരുത്തോട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. കണ്ടില്ല, ഇലയൊക്കെ നല്ല ഗ്ലേസിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചെടികൾക്കൊക്കെ ഞാൻ 2 നേരമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളത്. അധികമൊന്നും ഒഴിക്കാറില്ല, കുറച്ച് മാത്രം. ഇപ്പോൾ വെയിലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇത് പ്ലം ഇതുവരെ കായ്ച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ വളർന്ന് നിൽക്കുന്നു. പിന്നെ ഇത് നമ്മുടെ അമ്പഴമാണ്. അമ്പഴത്തിൽ കുറച്ച് കായൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു ചെടിയാണ്, എന്നാലും അതിലും ആവശ്യത്തിന് കുറച്ച് കായൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് മുന്തിരിയിൽ പൂക്കൾ, കുഞ്ഞു മൊട്ടൊക്കെ വരുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ അത് പൊഴിഞ്ഞു പോകാറാണ് പതിവ്. ചെറിയ ചെടിയല്ലേ, അത് കുഴപ്പമില്ല. അത് അല്പം വളർന്നോട്ടെ, വളരുമ്പം അത് ശരിക്കും വരുമായിരിക്കാം. ഇതിപ്പോൾ കായ് പിടിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മൊട്ട് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ഓറഞ്ചിൽ വേണ്ട 2 ഓറഞ്ചാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഒരു 4-5 കായ്ച്ചു എന്നുണ്ടെങ്കിലും 2 പിടിച്ച് കിട്ടിയത്. അതിലൊരെണ്ണം ഇന്ന് നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട്, പഴുത്തു. പിന്നെ നമ്മൾ പ്ലാവും വാങ്ങി നട്ടിട്ടുണ്ട്. പ്ലാവ് എന്താ പറയാനാണ്, ഒരുപാട് ശിഖരങ്ങളൊക്കെ ഇട്ട് അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ പഴുത്ത ഇലയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്നുവെച്ചാൽ വലിയ മരത്തിലൊക്കെ അല്ലേ അതങ്ങനെ കാണാറുള്ളത്. പിന്നെ ഇതാണ്ട 2 പേരയിൽ ഒരു പേര ഇതാണ്. മറ്റേ പേര റെഡ് കളറാണ്. ഇത് വൈറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല മാംസളമായിട്ടുള്ള പേരയുണ്ടല്ലോ. പിന്നെ ഉള്ളത് എന്താണ്, ഇതാണ് നമ്മുടെ മിറക്കിൾ ഫ്രൂട്ട്. അത് കുഞ്ഞു ചെടിയാണ്, എങ്കിലും കുറച്ച് മുട്ടൊക്കെ താണ്ട വരുന്നുണ്ട്. മുട്ട വരും, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അത് പിടിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ പുളിയും നട്ടിട്ടുണ്ട്. പുളിയും നമ്മൾ എന്തു പറയുക, അതിനെ നമ്മൾ മറന്നിട്ടൊന്നുമില്ല. ഒരു കൗതുകം അങ്ങനെ പുളിയും വാങ്ങി നട്ട്. പുളി പൂത്തിട്ടൊന്നുമില്ല. പിന്നെ ഇത് ചെറിയാണ്. ചെറിയിൽ ഇപ്രാവശ്യം പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ, നല്ല ഭംഗിയുണ്ട് അത് പൂക്കൾ കാണാനായിട്ട്. ഒരുപാട് മൊട്ടുകൾ അവിടെ ആയിട്ട് ഒരുപാട് തന്നെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതിലും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പോൾ 3 ഇപ്പോൾ ഉണ്ടായിരുന്ന, അതിൽ 2 ദിവസം മുന്നേ നമുക്ക് കിട്ടി. ഇപ്പോൾ 2 ഇപ്പോൾ ഉണ്ട്. ഇത് പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതൊരു മാവാണ്. മാവ് വലിയ ആരോഗ്യമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ മുട്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് നാരങ്ങയാണ്. നാരങ്ങ പക്ഷേ തന്നെ കിളിർത്ത് ഇങ്ങനെ പറമ്പിൽ നിന്നത് ഞാൻ ഇളക്കി കൊണ്ട് ചട്ടിയിൽ വെച്ചാണ്. ഇതിൽ മുള്ളുള്ളതാണ്. ഇങ്ങനെ എന്ത് തരമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പിന്നെ മുന്തിരി പടർത്തിനി വിടേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതാ വീണ്ടും ബേറാപ്പിൾ. ഞാൻ പറഞ്ഞില്ലേ 2 ബേറാപ്പിൾ ഉണ്ടെന്നിവിടെ. ഇത് ആണ് ഞാൻ പറഞ്ഞത്, ചെറിയ ബേറാപ്പിളാണ്. ചെറിയൊരു കുഞ്ഞ് ബേറാപ്പിൾ ചെടിയാണ്. പക്ഷേ ഇതിൽ ധാരാളമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് കായ് കിട്ടാറുണ്ട്. ഇത് നല്ല ഒരു ചെറിയൊരു ആപ്പിളിൻ്റെ വലിപ്പത്തിൽ ആയി വരും. നല്ല മധുരവുമാണ് ഇതിനെ കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ശേഖരമാണ് ഉള്ളത്. എല്ലാം കൂടി 20 ഇനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു സന്തോഷം, നമുക്കൊരു സന്തോഷം. വല്ലപ്പോഴും 1-2 ഫ്രൂട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ എല്ലാവരുമൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. സ്ഥലം ഒന്നുമില്ല, മടി പിടിച്ചൊന്നും ആരും ഇരിക്കേണ്ട. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. നമ്മുടെ വിഷമങ്ങളുടെ ഇടയിൽ കൊച്ചു കൊച്ചു സന്തോഷം ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.